കാടാമ്പുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കത്തിനെതിരെ കാടാമ്പുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ മാറാക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഐതിഹാസികമായ മാർച്ചിനായി വാഹനത്തിന്റെ തുടരുകയായി നാടും നഗരവും ഇളക്കിമറിച്ച പ്രതിഷേധത്തിന്റെ സമരചാലകളുമായി ഈ വാഹനത്തിന് കടന്നെത്തുകയാണ്. യൂത്ത് ലീഗ് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ, ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി, മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി. ബീവറേജ് തുറക്കാനാണ്, ബീവറേജ് തുറക്കാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ, സർക്കാരിന്റെ ശ്രമമെങ്കിൽ കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ, കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ യൂത്ത് ലീഗിനാവില്ല, യൂത്ത് ലീഗിനാവില്ല. സമരത്തിന്റെ തീപ്പന്തവുമായി, സമരത്തിന്റെ തീപ്പന്തവുമായി ഇതാ വരുന്നു യൂത്ത് ലീഗ്, ഇതാ വരുന്നു യൂത്ത് ലീഗ്. ഇടത് സർക്കാർ മൂരാച്ചികളുടെ, ഇടത് സർക്കാർ മൂരാച്ചികളുടെ വരുമാനത്തിനടവ് പറഞ്ഞ്, വരുമാനത്തിനടവ് പറഞ്ഞ് വിദേശ മദ്യ ഷാപ്പ് തുറന്ന്, വിദേശ മദ്യ ഷാപ്പ് തുറന്ന് നാടിൻ സൈര്യം തച്ചു തകർക്കാൻ, നാടിൻ സൈര്യം തച്ചു തകർക്കാൻ കാടാമ്പുഴയുടെ മണ്ണിലേക്ക്, കാടാമ്പുഴയുടെ മണ്ണിലേക്ക് കാലുവച്ചവരെത്തോളൂ. സ്ഥാപനങ്ങളും കൊണ്ട് സമ്പന്നമായ കാടാമ്പുഴയുടെ ആര് തടുക്കാൻ, ആരെതിർക്കാൻ, ആര് തടുക്കാൻ, ആരെതിർക്കാൻ. യൂത്ത് ലീഗിനെ അറിയാമല്ലോ, യൂത്ത് ലീഗിനെ അറിയാമല്ലോ. സമരമുഖത്തെ ലക്ഷ്യം കണ്ട്, സമരമുഖത്തെ ലക്ഷ്യം കണ്ട് ഞങ്ങൾ അടങ്ങിപ്പോകാറുള്ളൂ, ഞങ്ങൾ അടങ്ങിപ്പോകാറുള്ളൂ. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്. ആത്മീയകല്ലാനല്ല ചേർത്തുപിടിക്കാൻ വിഷം വമിക്കുന്ന പുകച്ചുരുടയായി സിരകളിൽ കയറ്റുന്ന അവരെ മോചിപ്പിക്കാൻ ഈ നാടിനെ രക്ഷിക്കാൻ രാഷ്ട്രീയത്തിന്റെ കുറച്ചും കൂടി ഫ്രണ്ടിക്ക് പോയിക്കോട്ടെ, സ്ലോ ആക്കിയാൽ നാടാമ്പുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധത്തിന്റെ സമരചാലകൾ ഉയർത്തുന്നുണ്ട്. മാറാക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിന് ഈ വാഹനത്തിന്റെ പിന്തുടരുകയായി കടന്നു വരികയാണ്. അവിടെ വിളിച്ചു, ഇവിടെ ആളില്ല.
യൂത്ത് ലീഗ് ജിന്ദാബാദ്, യൂത്ത് ലീഗ് ജിന്ദാബാദ്, നൈറ്റ് മാർച്ച് ജിന്ദാബാദ്, നൈറ്റ് മാർച്ച് ജിന്ദാബാദ്. ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ, ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി, മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി ബീവറേജ് തുറക്കാനാണ്, ബീവറേജ് തുറക്കാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ, സർക്കാരിന്റെ ശ്രമമെങ്കിൽ കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ, കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ യൂത്ത് ലീഗിനാവില്ല, യൂത്ത് ലീഗിനാവില്ല. യൂത്ത് ലീഗ് ജിന്ദാബാദ്, നൈറ്റ് മാർച്ച് ജിന്ദാബാദ്, നൈറ്റ് മാർച്ച് ജിന്ദാബാദ്. പ്രതിഷേധം, 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 പ്രതിഷേധം. ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ, ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി, മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി ബീവറേജ് തുറക്കാനാണ്, ബീവറേജ് തുറക്കാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ, സർക്കാരിന്റെ ശ്രമമെങ്കിൽ കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ, കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ യൂത്ത് ലീഗിനാവില്ല, യൂത്ത് ലീഗിനാവില്ല. സമരത്തിന്റെ തീപ്പന്തവുമായി, സമരത്തിന്റെ തീപ്പന്തവുമായി ഇതാ വരുന്നു യൂത്ത് ലീഗ്, ഇതാ വരുന്നു യൂത്ത് ലീഗ്. ഇടത് സർക്കാർ മൂരാച്ചികളുടെ, ഇടത് സർക്കാർ മൂരാച്ചികളുടെ വരുമാനത്തിനടവ് പറഞ്ഞ്, വരുമാനത്തിനടവ് പറഞ്ഞ് വിദേശ മദ്യ ഷാപ്പ് തുറന്ന്, വിദേശ മദ്യ ഷാപ്പ് തുറന്ന് നാടിൻ സൈര്യം തച്ചു തകർക്കാൻ, നാടിൻ സൈര്യം തച്ചു തകർക്കാൻ കാടാമ്പുഴയുടെ മണ്ണിലേക്ക്, കാടാമ്പുഴയുടെ മണ്ണിലേക്ക് കാലുവച്ചവരെത്തോളൂ സ്ഥാപനങ്ങളും കൊണ്ട് സമ്പന്നമായ കാടാമ്പുഴയുടെ പൈതൃക ഭൂമി. യൂത്ത് ലീഗ് ജിന്ദാബാദ്, നൈറ്റ് മാർച്ച് ജിന്ദാബാദ്, നൈറ്റ് മാർച്ച് ജിന്ദാബാദ്. പ്രതിഷേധം, 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 പ്രതിഷേധം. ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ, ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി, മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി ബീവറേജ് തുറക്കാനാണ്, ബീവറേജ് തുറക്കാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ, സർക്കാരിന്റെ ശ്രമമെങ്കിൽ കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ, കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ യൂത്ത് ലീഗിനാവില്ല, യൂത്ത് ലീഗിനാവില്ല. സമരത്തിന്റെ തീപ്പന്തവുമായി, സമരത്തിന്റെ തീപ്പന്തവുമായി ഇതാ വരുന്നു യൂത്ത് ലീഗ്, ഇതാ വരുന്നു യൂത്ത് ലീഗ്. ഇടത് സർക്കാർ മൂരാച്ചികളുടെ, ഇടത് സർക്കാർ മൂരാച്ചികളുടെ വരുമാനത്തിനടവ് പറഞ്ഞ്, വരുമാനത്തിനടവ് പറഞ്ഞ് വിദേശ മദ്യ ഷാപ്പ് തുറന്ന് മാറി തുറക്കാൻ നോക്കുന്ന
ലഹരി പിടിച്ച അധികാരികളെ ജനരോഷത്തെ തടഞ്ഞു നിർത്താൻ ഇല്ല നിങ്ങൾക്കാവില്ല, ഇല്ല നിങ്ങൾക്കാവില്ല. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്. ബീവറേജിംഗ് ഔട്ട്ലെറ്റ്, ബീവറേജിംഗ് ഔട്ട്ലെറ്റ് കാടാമ്പുഴയിൽ വേണ്ടേ വേണ്ട, കാടാമ്പുഴയിൽ വേണ്ടേ വേണ്ട, കാടാമ്പുഴയിൽ ബാറ് തുറക്കാൻ, കാടാമ്പുഴയിൽ ബാറ് തുറക്കാൻ തയ്യാറാകും സർക്കാരെ, തയ്യാറാകും സർക്കാരെ, LDF സർക്കാരെ. അപ്പണി ഇപ്പണി നിർത്തിക്കോ, ഈ സമരം സൂചന മാത്രം. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ കോലം മാറും. യൂത്ത് ലീഗ് പറയുന്നു ക്ഷേത്രമണ്ണിൽ കാടാമ്പുഴയിൽ മദ്യമൊഴുക്കാൻ കോപ്പും കൂട്ടി ബീവറേജ് തുറക്കാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ യൂത്ത് ലീഗിനാവില്ല. സമരത്തിന്റെ തീപ്പന്തവുമായി, സമരത്തിന്റെ തീപ്പന്തവുമായി നാടിൻ സ്വൈരം തച്ചു തകർക്കാൻ കാടാമ്പുഴയുടെ മണ്ണിലേക്ക് കാലുവച്ചവരത്തോട് ഈ പ്രതിഷേധം തീരുന്നില്ല, ഈ പ്രതിഷേധം തീരുന്നില്ല. ആയിരം ആയിരം ഇനിയും കൂടും, ആയിരം ആയിരം ഇനിയും കൂടും. സമരത്തീക്കനലാളിപ്പടരും, സമരത്തീക്കനലാളിപ്പടരും. ആര് തടുക്കാൻ, ആര് എതിർക്കാൻ, ആര് തകർക്കാൻ, ആര് തകർക്കാൻ. യൂത്ത് ലീഗിനെ അറിയാമല്ലോ, സമരമുഖത്തെ ലക്ഷ്യം കണ്ട് ഞങ്ങൾ അടങ്ങിപ്പോകാറുള്ളൂ. യൂത്ത് ലീഗ് സിന്ദാബാദ്, നൈറ്റ് മാർച്ച് സിന്ദാബാദ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. നേതാക്കന്മാരിരിക്കുന്ന ഈ ഭാഗത്തേക്ക്, ഈ കടയുടെ ഭാഗത്തേക്ക് കടന്നു വരണം എല്ലാ ആളുകളും. ഏറെ ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അബ്ദുറഹ്മാൻ മുളത്താണി സാഹിബ് അവർകളെ, കോട്ടക്കൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ അഭിനന്ദനായ പ്രസിഡന്റ് AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, മാറാക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും ഞങ്ങളുടെ ഈ സമരത്തിൽ ഒരു യൂത്ത് ലീഗുകാരെ പോലെ ആവേശത്തോടുകൂടി ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത OK സുബൈർ സാഹിബ്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളുടെ കൂടെ സജീവമായി നിന്ന മാറാക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ, ഞങ്ങളോട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിച്ച് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കൗൺസിലർ തുറക്കൽ അബൂബക്കർ സാഹിബ് ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ഭാരവാഹികൾ, മുസ്ലിം യൂത്ത് ലീഗിന്റെ അഭിനന്ദനായ പ്രസിഡന്റ്, ഈ സമരത്തിന്റെ നായകൻ AP ജാഫർ അലി, മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK സക്കരിയ, KP ഫൈസൽ, ഷിഹാബ് മങ്ങാടൻ, PT ഗഫൂർ, പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറിമാരായിട്ടുള്ള ഫഹദ് കരേക്കാട്, KP സിദ്ദീഖ് MSFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഫവാസ് നെടുമഞ്ചേരി, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി റജീൽ KK, മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് മുസ്തഫ തളത്തിൽ ഉൾപ്പെടെയുള്ള ഈ മാർച്ചിന് നേതൃത്വം നൽകിയവരും മണിനിരന്നവരുമായ കർമ്മോത്സവരായ സഹപ്രവർത്തകരെ, ഞാൻ ദീർഘമായി ഒരു സ്വാഗത ഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളും നമ്മുടെ അഭിനന്ദനായ നേതാവിലൂടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. നമുക്കറിയാം, ഇന്ന് വൈകുന്നേരം മഗ്‌രിബ് ശേഷം പിലാത്തറയിൽ നിന്ന് ആരംഭിച്ച് കാടാമ്പുഴയിലേക്ക് തീപ്പന്തങ്ങളുമായി പ്രതിഷേധത്തിന്റെ അഗ്നി പടർത്തിക്കൊണ്ട് എന്തിനാണ് മാറാക്കയിലെ ശുഭിതയവ്യം
ഇങ്ങനെ ഒരു മാർച്ച്, നൈറ്റ് മാർച്ച് ഈ മൈത്രി ഭവൻ പരിസരത്തേക്ക് പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നടത്തിയത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഈ നാടിന് വേണ്ടിയുള്ള സമരമാണ്. ഈ നാടിനെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ അനീതിക്കെതിരായി ഈ മാറാക്കരയുടെ, ഈ കാടാമ്പുഴയുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നത് എന്ന് ഞങ്ങൾ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു സമരം കാടാമ്പുഴ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഈ മൈത്രി ഭവൻ പരിസരം കേന്ദ്രീകരിച്ച് ഒരു ബിൽഡിംഗ് കണ്ടെത്തുകയും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ രഹസ്യമായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നാട്ടിലെ ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കാടാമ്പുഴയുടെ വിശുദ്ധമായ ഈ ക്ഷേത്രമണ്ണിൽ ഒരു ബീവറേജിന്റെ ഔട്ട്ലെറ്റ് തുറക്കാനാണ് സർക്കാരും മദ്യമാഫിയകളും ചില ബിൽഡിംഗ് മുതലാളിമാരുമെല്ലാം വളരെ രഹസ്യമായി നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ അനന്തപുരിയിലെ സ്വപ്നക്കൂടിൽ അധികാരത്തിന്റെ മത്ത് പിടിച്ച് നിങ്ങൾ എത്ര രഹസ്യമാക്കി നിങ്ങളുടെ കീശ ഉറപ്പിക്കാൻ മദ്യമാഫിയ മയക്കുമരുന്നുകളുടെ കൂട്ടുകെട്ടുമായി ഇറങ്ങിത്തിരിച്ചാലും മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടത്തോടുകൂടി നിങ്ങളെ ഇരുത്താൻ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും പ്രതിജ്ഞാബദ്ധമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. എല്ലാ കാര്യങ്ങൾക്കും ആവശ്യത്തിനും അനാവശ്യത്തിനും സമരം നടത്തുന്ന പാർട്ടിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ പോഷക ഘടകങ്ങളും. സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ച പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും പറയാനുള്ളത്. എന്താണ്? അഭിയോഗ്യനായ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബഹുമാനായ അബ്ദുറഹിമാൻ സാഹിബ് ഉൾപ്പെടെ നിയമസഭയിൽ ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്താണല്ലോ കേരളത്തിലെ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. ഘട്ടം ഘട്ടമായി മദ്യം നിരോധിച്ചപ്പോ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ചില ആളുകളൊക്കെ കൂട്ടിക്കൊണ്ട് അതിന് നേതൃത്വം നൽകിയ സർക്കാരിനെതിരെ, അഭിമന്യനായ ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ മോശകരമായ കെട്ടുകഥകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യരെ താരടിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. CPM അധികാരത്തിൽ വന്നപ്പോ ചില പരസ്യവാചകങ്ങൾ കണ്ടു. ആ പരസ്യവാചകങ്ങളിൽ നിഷ്പക്ഷരായ, നിഷ്കളങ്കരായ പല മനുഷ്യരും ഓടിപ്പോയിട്ടുണ്ടാകും. സമ്പൂർണ്ണ മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ ഇതെന്തോ ഒരു വേറെ സാധനമാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചത്. മദ്യനിരോധനം നടപ്പിലാക്കേണ്ടത് അധികാര കേന്ദ്രങ്ങളാണ്, ഭരണകർത്താക്കളാണ്. മദ്യവർജനം എന്ന് പറയുന്നത് ഓരോ പൗരനും തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. ഓരോ പൗരനും തീരുമാനമെടുക്കേണ്ട വിഷയത്തിൽ എങ്ങനെയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായി നയമായി ഉയർത്തി കാണിക്കുക എന്നുള്ളത് ബുദ്ധിജീവികൾ ചമയുന്ന CPM-യോട് ഞങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. സർക്കാർ അധികാരത്തിലെത്തുമ്പോ ഈ നാടിനെ ലഹരിയിൽ നിന്ന്, ഈ നാടിനെ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനായിരുന്നു. ആ സർക്കാർ എന്ന രീതിയിൽ, ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാർ എന്ന രീതിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നേതൃത്വം നൽകുന്ന UDF-ന്റെ ഗവൺമെന്റ് നമ്മുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ചത്. മദ്യനിരോധനം എടുത്തു കളയുക മാത്രമല്ല, പള്ളിക്കൂടങ്ങളുടെയും പള്ളികളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ 100 മീറ്റർ ഒരു നിശ്ചിത അളവിനുള്ളിൽ മദ്യം വിൽപ്പന പാടില്ല എന്നുള്ള ആ ഒരു നിയമം പോലും എടുത്തു കളഞ്ഞുകൊണ്ട് ഇടവഴികളിലും നടവഴികളിലുമെല്ലാം ബാർ തുറന്ന് ഇവിടത്തെ സാധാരണക്കാരന്റെ സഹോദരിമാരുടെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരു രീതിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോഴത്തെ മദ്യനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100 ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറക്കുമ്പോ അതിലൊന്ന് നമ്മുടെ കാടാമ്പുഴയും ഇടം പിടിച്ചിരിക്കുന്നു എന്ന വളരെ ഹീനകരമായ, അല്ലെങ്കിൽ വളരെ മോശകരമായ, വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്ത കേട്ട് അത് ഏറെക്കുറെ നടപ്പിലാകുമെന്ന് കണ്ടപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടുകൂടി ഇങ്ങനൊരു സമരവുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ലോകത്ത് ഒരു മതങ്ങളും ഒരു വിശ്വാസ പ്രമാണങ്ങളും മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആൻ 2 ഘട്ടങ്ങളിലായി മദ്യത്തെ നിരുത്സാഹപ്പെടുത്തി.
മൂന്നാം ഘട്ടത്തിൽ മദ്യത്തെ സമ്പൂർണമായി നിരോധിക്കപ്പെടുകയാണ് ഉണ്ടായത്. പരിശുദ്ധ ഖുർആനിൽ ഹദീസിൽ പറയുന്നത് മദ്യം വിൽക്കുന്നവർ, മദ്യം ഉണ്ടാക്കുന്നവർ, അത് കൊടുക്കുന്നവർ, അതിന് ഒത്താശ ചെയ്യുന്നവർ ഉൾപ്പെടെ 10 വിഭാഗങ്ങൾ കുറ്റക്കാരാണെന്ന് പരിശുദ്ധമായ വാക്യങ്ങൾ ഇസ്ലാമിക അധ്യാപനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധമായ ബൈബിൾ, ആ ബൈബിളിൽ 62 ഇടങ്ങളിലാണ് ഈ മദ്യത്തിനെയും ലഹരിക്കെതിരെയും പ്രതിപാദിച്ചിട്ടുള്ളത്. മദ്യം കുടിച്ചവൻ പാമ്പിനെ പോലെയാണ്, പാമ്പ് ഇടയും കഴിഞ്ഞാൽ അത് കൊത്തും. മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടവർക്ക് വിശുദ്ധമായ രാജ്യം, അതായത് സ്വർഗം അവകാശപ്പെടുന്നില്ല എന്ന് ബൈബിൾ പറഞ്ഞു കൊടുക്കുന്നു. യാദവകുലം മദ്യത്തിന് അടിമപ്പെട്ടാൽ യാദവകുലം മുടിഞ്ഞു പോകുമെന്ന് ശ്രീകൃഷ്ണന്റെ ശാസന തള്ളിക്കളഞ്ഞതാണ്. യാദവകുലത്തിന്റെ നാശത്തിന് ഹേതുവായെന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങളുടെ വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ഒരർത്ഥ നഗ്നനായ ഫക്കീറിനെ പോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഇവിടുത്തെ ജനങ്ങളുടെ സമാധാനത്തിനു വേണ്ടി ജീവിച്ച മഹാത്മാഗാന്ധി. ഇവിടെ മദ്യനിരോധനത്തിന് ഒരു അവസാന വാക്യമുണ്ടെങ്കിൽ, ഒരു വാക്കുണ്ടെങ്കിൽ, ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞത്, ഞാൻ 1 മിനിറ്റെങ്കിലും, കേവലം നിമിഷങ്ങൾ മാത്രമാണെങ്കിലും ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എടുക്കുന്ന സുപ്രധാനമായ തീരുമാനം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സമ്പൂർണമായി മദ്യം നിരോധിക്കും, എന്നിട്ടേ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് ഗാന്ധിജി പറഞ്ഞു വെച്ചു. മാത്രമാണോ ഗാന്ധിജി നവകാരിയിലെ തന്റെ അനുചരന്മാരിൽ ഒരാളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രാജ്യം, എന്റെ രാജ്യം, ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകണമെങ്കിൽ ആദ്യം എന്റെ രാജ്യം മദ്യക്കുപ്പികളിൽ നിന്ന് സ്വതന്ത്രമാകണമെന്നാണ്. മദ്യക്കുപ്പിയിൽ നിന്ന് സ്വതന്ത്രമായെങ്കിൽ മാത്രമാണ് എന്റെ രാജ്യം പരിപൂർണമായി സ്വാതന്ത്ര്യമായി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ മഹാത്മജി. ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വാക്യങ്ങൾ എന്താണ്? മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയാൽ അത് കൊടുക്കും, കൊടുത്താൽ അത് വാങ്ങും, വാങ്ങിയാൽ അത് കുടിക്കും. ആ ശ്രീനാരായണ ഗുരുദേവന്റെ ആപ്തവാക്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് മദ്യവർജനമല്ല, അത് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ഇന്ന് കേരളത്തിന്റെ ആളോഹരി മദ്യത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ശരാശരിയേക്കാൾ എത്രയോ 10 മടങ്ങാണെന്ന് പറയുമ്പോ വീണ്ടും വീണ്ടും ഇടവഴികളിലും നടപടികളിലും മുട്ടിന് ബീവറേജ് ഔട്ട്ലെറ്റുകളും മദ്യശാസ്ത്രങ്ങളും തുറക്കുമ്പോ ഇവിടത്തെ ഭരണാധികാരികൾ ഈ സമൂഹത്തോട് മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു സമൂഹത്തോട് പോലും ചെയ്യുന്ന ക്രൂരകൃത്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ശുഭ യൗവനം നൈതിക രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധത്തിന്റെ അഗ്നി പകർത്തിക്കൊണ്ട്, തീപ്പന്തം വാരിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഇതൊരു സൂചനാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. 1986 മദ്യത്തിന്റെ ഉപയോഗം തുടങ്ങുന്ന പ്രായം എന്ന് പറയുന്നത് 19 വയസ്സായിരുന്നു. ഒരു 19 വയസ്സുകാരനായിരുന്നു 986 കാലഘട്ടങ്ങളിൽ ആദ്യമായി മദ്യം ഉപയോഗിക്കാൻ പഠിച്ചിരുന്നത്. 990കളിലേക്ക് വന്നപ്പോ ആ വയസ്സ് 17ആയി. 998ലേക്ക് വന്നപ്പോ അത് 14ആയി. 2008 കണക്കുകൾ പരിശോധിക്കുമ്പോ 12 വയസ്സായി. ഇന്ന് സ്കൂളുകളിൽ, കോളേജുകളിൽ മദ്യം ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, മദ്യവും മയക്കുമരുന്നും നമ്മൾ പേര് പോലും കേട്ടുകഴിഞ്ഞില്ലാത്ത മയക്കുമരുന്നിന്റെ കാരിയർമാരായി, വിതരണക്കാരായി പാവപ്പെട്ട നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നാടിന് സമാധാനം നൽകേണ്ട, നാടിനെ സംരക്ഷിക്കേണ്ട, ഭാവി സമൂഹത്തിന് സുരക്ഷ ഒരുക്കേണ്ട ഭരണാധികാരികൾ അനന്തപുരിയിലെ സുഖവാസത്തിലിരുന്ന് നാടുകളുടെ ബാറുകൾ തുറക്കപ്പെടുക എന്ന് പറയുമ്പോ ആ തെമ്മാടിത്തത്തിനെതിരെ LDF സർക്കാർ നേതൃത്വം കൊടുക്കുന്ന തെമ്മാടിത്തത്തിനെതിരെ
പ്രചരണം, ഇതിന്റെ നൈറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ ഞങ്ങളടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ, വിവിധ സംഘടനകൾ, ഇവിടെ മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞിക്കോമി മാസ്റ്ററും അതുപോലെ തന്നെ വെട്ടിച്ച മൊയ്തു സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമ്പോ CPM ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ട് പറയുന്നത് എന്താപ്പോൾ വാർത്തുള്ള പ്രശ്നം, ആളുകൾക്ക് വളരെ സുരക്ഷയോടുകൂടി മദ്യം കിട്ടാനുള്ള അവസരമല്ലേ, അതിനെതിരെ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്, സർക്കാരിന്റെ വരുമാനത്തെ എന്തിനാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നാണ് CPM-കാർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. മാറാക്കരയിലെ CPM-നോട് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴേക്ക്, എന്തെങ്കിലും നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴേക്ക് ഒരു ചെങ്കൊടിയേന്തി സമരമെന്ന ആഭാസവുമായി ഇറങ്ങിത്തിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ, DYFI-കാരൻ ഈ മാറാക്കരയിലെ കാലാമ്പുഴയിലെ ഈ വിശുദ്ധ ക്ഷേത്രഭൂമിയിലെ ജനങ്ങളോട് നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം. കാലാമ്പുഴയിലെ ഒരു ബീവറേജ് ഔട്ട്ലേക്ക് വരുന്നതിന് നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് നിങ്ങൾ പൊതുസമക്ഷം പറയാൻ നിങ്ങൾ തയ്യാറാകണം. രണ്ടാമത്തെ അഭ്യർത്ഥന വളരെ മാന്യമായിട്ടാണ്. ഇവിടെ ഏതെങ്കിലും ബിൽഡിംഗ് മുതലാളിമാർ ഈ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാൻ എന്തെങ്കിലും അബദ്ധവശാൽ തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ മാറാക്കരയിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ കാലാമ്പുഴ നിവാസികൾക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി, ഇവിടുത്തെ യുവത്വത്തിലും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. വളരെ മാന്യമായി നിങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പുറകോട്ട് പോകണം. താൽക്കാലികമായ വരുമാനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഭാവി സമൂഹത്തിന്റെ തകർച്ചയാണ് അതുവഴി ഉണ്ടാകുക എന്ന് നിങ്ങൾ ഈ സമരത്തിലൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് വളരെ വിനയത്തോടു കൂടി മാന്യമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമരത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകി മദ്യവിരുദ്ധ തീരുമാനങ്ങൾ എടുക്കുമ്പോ അതിന് ശക്തമായ പിന്തുണ ഉമ്മൻചാണ്ടിയുടെ കരങ്ങൾക്ക് പകരുന്ന താനൂർ നിയോജകമണ്ഡലത്തിന് മുൻ MLA-യും മുസ്ലിം ലീഗിന്റെ അഭിമന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഉജ്ജ്വലവാഗ്മിയുമായ അബ്ദുറഹ്മാൻ നബത്താനി സാഹിബിനെ ഈ സമരത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി, ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഞങ്ങളുടെ നായകൻ, അഭിമന്യനായ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള AP ജാഫർ അലിയാണ്. AP ജാഫർ അലിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഈ സമരം പ്രഖ്യാപിച്ചത് മുതൽ ഞങ്ങളോട് കൂടെ നിൽക്കുന്ന OK സുബൈർ സാഹിബ്, ഞങ്ങൾക്ക് എല്ലാവിധ കരുത്തും കരുതലും പകരുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി OK മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി തുറക്കൽ അബൂബക്കർ സാഹിബ്, AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, മൊയ്തു വെട്ടിച്ചറ ലഹരി വിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സമിതിയുടെ ഒക്കെ പ്രവർത്തനങ്ങളിലുള്ള വെട്ടിച്ചറ മൊയ്തു സാഹിബ്, കുഞ്ഞിക്കോമി മാസ്റ്റർ, മുസ്ലിം ലീഗിന്റെ അബുഹാജി കാലടി ഉൾപ്പെടെ, റഷീദ് വട്ടപ്പറമ്പ് ഉൾപ്പെടെ, കാസിം കൊല്ലത്ത് ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗവുമായ PV നാസിമുദ്ദീൻ, തടത്തിൽ മുസ്തഫ, മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ കാരണവന്മാരെയും പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളെയും ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് യൂത്തിലെ അധ്യക്ഷന് വേണ്ടി ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യ അബ്ദുറഹ്മാൻ നബത്താനി സാഹിബ്, മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് OK സുബൈർ സാഹിബ്, ഇവിടെ സ്വാഗതം ആശംസിച്ച യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രിയ സുഹൃത്ത് ജുനൈദ് പാമ്പരത്ത്, അതുപോലെ തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ, മണ്ഡലം മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് AP മൊയ്തീൻകുട്ടി മാസ്റ്റർ അടക്കമുള്ള പുറത്തിലെ പ്രവർത്തക സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെയും മറ്റ് പോഷകങ്ങളുടെയും നേതാക്കന്മാരും യൂത്ത് ലീഗിന്റെ സഹഭാരവാഹികൾ, ഇവിടെ ഇങ്ങനെയൊരു സമരം നടത്താനുള്ള സാഹചര്യം വളരെ വ്യക്തമായി തന്നെ ജുനൈദ് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. LDF സർക്കാരിന്റെ ഒരു മധ്യ നയം തന്നെ തിരുത്തിക്കൊണ്ടാണ് അവർ ഈ രൂപത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നാടുകളിലെ ലഹരിക്കെതിരെ ക്യാമ്പയിനുകളും മറ്റും സംഘടിപ്പിച്ച്
മാരുതിയുടെ മദ്യവിൽപ്പനശാലകൾ തുറന്നുകൊണ്ടാണ് അവരുടെ ഇരട്ടത്താപ്പ് ഇവിടെ അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മദ്യനയം തിരിക്കുന്നതുവരെ മുസ്ലിം യൂത്ത് ലീഗ് സമരമുഖത്തുണ്ടാകുമെന്നും ഒരിക്കൽ കൂടി ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുണ്ടത്താണി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് രാമനാഥ്, വേദിയിലുള്ള നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മാസ്റ്റർ, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുബൈർ സാഹിബ്, ജനറൽ സെക്രട്ടറി അഹമ്മദ് മാസ്റ്റർ, പ്രിയ സുഹൃത്ത് വെട്ടിച്ചിറ ലൂയിസ് സാഹിബ്, അബൂബക്കർ സാഹിബ്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത്, സദസ്സിലും വേദിയിലുമുള്ള മറ്റ് ഭാരവാഹികളും പ്രിയങ്കരനായ അഹമ്മദ് മാസ്റ്റർ, മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു തിന്മയുടെ കേന്ദ്രമായി മാറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു ധാർമ്മിക യുവജന പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് മദ്യലോബികളുടെ വസന്തകാലമാണ്. കാരണം ഒരു നാട് നശിക്കുകയാണ്. ഭരിക്കുന്ന ഭരണകൂടത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം രാജ്യത്തിന് ഉതകുന്ന ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, കേരളം കാക്ഷിച്ചത് നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള അടിയുറച്ച നിലപാടിലാണ് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലം നമുക്ക് ആർക്കും അത് വിസ്മരിക്കാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവത തിന്മയുടെ വഴിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഘട്ടമാണ്. വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന തൊഴിലാളി വൈകുന്നേരം അവന്റെ ആ വിയർപ്പിന്റെ വിഹിതം മദ്യഷാപ്പുകളിൽ നൽകി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഭയാനകരമായ കാഴ്ച. വീട്ടിൽ നിന്ന് ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ച ഭാര്യ, അതുപോലെ തന്നെ പഠിക്കാൻ ആവശ്യമായ പഠനോപകരണങ്ങൾക്ക് വേണ്ടി അച്ഛനോട് പറയുന്ന മകൻ, അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തേണ്ട ആ പാവപ്പെട്ട മനുഷ്യൻ വഴിയിൽ കാണുന്ന ബാറിൽ കയറി നിലത്തുറക്കാത്ത കാലുമായി വീട്ടിലെത്തി എന്തെങ്കിലും പരാതി പറയുന്ന ആ ഭാര്യയെ മർദ്ദിക്കുന്നത് ഒരു നിത്യസംഭവമായി കേരളത്തിൽ മാറി. നമുക്കറിയാം, ഒരുപാട് മദ്യ ദുരന്തങ്ങളുണ്ടായി. നമ്മൾ ആരും മറന്നിട്ടില്ല, കുറ്റിപ്പുറത്ത്, പൈകന്നൂര്, പെരശന്നൂര് ഭാഗത്ത് പോലും മദ്യ ദുരന്തങ്ങളുണ്ടായി. ഒരുപാട് മദ്യ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ ഘട്ടത്തിൽ ഇത് അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ശരി കേരളത്തിലെ മദ്യഷാപ്പുകൾ അടിച്ചു പൂട്ടണം. ആ ധീരമായ തീരുമാനമെടുത്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം 418 ബാറുകൾ അടിച്ചു പൂട്ടിയത്. ആ 418 ബാറുകൾ അടിച്ചു പൂട്ടുമ്പോൾ സ്വാഭാവികമായും കോടതിയിലും
അതുപോലെ തന്നെ പഞ്ചതാരക ഹോട്ടലുകളുടെ പിൻബലത്തിലുമൊക്കെ 29 ബാറുകൾ കേരളത്തിൽ അവശേഷിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്ന ഗവൺമെന്റിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് ഈ മദ്യ ലോബിയാണ്. കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടിയ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയല്ലാതെ ഞങ്ങൾ അടങ്ങില്ല, വിശ്രമിക്കില്ല എന്ന നിലപാടിലൂടെ അവർ മുന്നോട്ട് പോയി. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരുപാട് ദുശക്തികളുടെ ഇടപെടലുകൾ അതിന് കാരണമായി. ആ ഗവൺമെന്റ് താഴ്വ്. പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ ദൗത്യം നമ്മൾ നിർവഹിച്ചു. ആ ദൗത്യം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജിയുടെ ഇന്ത്യ സ്വപ്നം കാണണമെങ്കിൽ ആ ഗാന്ധിജിയുടെ ഇന്ത്യക്കനുസൃതമായി രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ ഉണ്ടാക്കണം. ഗാന്ധിജിയുടെ സ്വപ്നമാണ് ഗ്രാമസ്വരാജ്യ പഞ്ചായത്ത് രാജ്. അതിന്റെ ഭാഗമായിരുന്നു നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമവും മുനിസിപ്പൽ നിയമവും ഒക്കെ ഉണ്ടായത്. ആ നിയമത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഒരു കാര്യം കൂടി എഴുതി ചേർത്തു. ഏതെങ്കിലും ഭാഗത്ത് ഒരു മദ്യഷാപ്പ് ആരംഭിക്കണമെങ്കിൽ അത് അതത് പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അനുമതി ഉണ്ടാകണം. ആ നിയമം ഒരു വലിയ ഗുണം നമുക്ക് ചെയ്തു. കാരണം ഒരു ഗ്രാമത്തിൽ ഒരു മദ്യഷാപ്പ് തുടങ്ങാൻ ആര് വന്നാലും അല്പം മാന്യതയും സാംസ്കാരിക ബോധവും പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുമുള്ള ഒരു ജനപ്രതിനിധിയാണെങ്കിൽ അവരൊരിക്കലും തന്നെ ആ കള്ളുഷാപ്പിന് അനുമതി നൽകില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധി അവർക്കുണ്ടായി. ആദ്യം അവരാലോചിച്ചത് ആ നിയമത്തിന്റെ എല്ലൂരണം, അതിന്റെ നട്ടെല്ലൂരാനുള്ള വഴി എന്താണ് അന്വേഷിച്ചത്? നിങ്ങൾക്കറിയാം, 99-ൽ നായനാരുടെ ഭരണകാലത്ത് നിയമസഭയിൽ ഇടതുപക്ഷത്തിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് നിയമത്തിൽ നിന്ന് ആ ഭാഗം എടുത്തു കളഞ്ഞു. മദ്യശാലകൾ ആരംഭിക്കണമെങ്കിൽ അതത് പ്രദേശത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതി വേണം എന്ന നിയമം എടുത്തു കളഞ്ഞപ്പോൾ ഇവർക്ക് എളുപ്പമായി ആ നിയമം എടുത്തു കളഞ്ഞുകൊണ്ട് മദ്യഷാപ്പുകൾ വരാൻ തുടങ്ങി. ശ്രീ ഉമ്മൻചാണ്ടിയാകട്ടെ 2012-ൽ ഐക്യ ജനാധിപത്യത്തിന് അധികാരം ഏറ്റെടുത്തപ്പോൾ ആ നിയമം വീണ്ടും പുനഃസ്ഥാപിക്കുക മാത്രമല്ല 418 ബാറുകൾ അടച്ചുപൂട്ടി മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇടതുപക്ഷം ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയ മുദ്രാവാക്യം എന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഇടതുപക്ഷം പറഞ്ഞത് മദ്യത്തിന്റെ ഉപഭോഗം കുറക്കുമെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, KPSC ലളിതയും ഇന്നസെന്റും ഒക്കെ പരസ്യങ്ങളായി രംഗത്ത് വന്നു. KPSC ലളിത മദ്യത്തിനെതിരായി പ്രചാരണം നടത്തിക്കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത്. മദ്യത്തിന്റെ ലഭ്യത കുറക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 29 ബാർ അവശേഷിക്കുമ്പോഴാണ്. 29 ബാറുകൾ കേരളത്തിലുള്ളൂ. ഐക്യ ജനാധിപത്യ മുന്നണി 418 അടച്ചുപൂട്ടി. അപ്പോഴാണ് പറയുന്നത് മദ്യത്തിന്റെ ലഭ്യത കുറക്കും. കേരളം പ്രതീക്ഷിച്ചു ഇടതുപക്ഷ മുന്നണി വന്നതുകൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടാകാനില്ല. പക്ഷേ ഇടതു മുന്നണി അധികാരത്തിൽ വന്ന് അതിനുശേഷം കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയുമോ? കേരളത്തിൽ സംഭവിച്ചത് 859 ബാറുകൾ തുറന്നു. 859 ബാറ് 418 അടച്ചുപൂട്ടിയിട്ടുള്ളൂ. 859 ബാറുകൾ അവര് തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല, പുതുതായി 253 ബാറുകൾ കൂടി തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ആ കാലത്ത് അടച്ചുപൂട്ടിയത് മുഴുവൻ തുറക്കും എന്ന് പറഞ്ഞാൽ ഇനി ഒരു അല്പം ബാക്കിയുണ്ട്, അതുകൂടി തുറക്കണം. വലിയ ഒരു വെല്ലുവിളിയാണ്. ആയിരക്കണക്കിന് ബാറുകളായി കഴിഞ്ഞു. 100-ലധികം ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്നുവെന്ന് പറഞ്ഞു. ഈ കാടാമ്പുഴയിൽ ആരംഭിക്കുക എന്ന് പറയുന്നത് ആ ഔട്ട്ലെറ്റ് ആണ്. ആ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിന്റെ കാരണമായി ബീവറേജ് കോർപ്പറേഷൻ ഓഫ് പറയുന്നത്, ഞങ്ങൾക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു
ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ ബീവറേജ് തുടങ്ങാൻ കെട്ടിടങ്ങൾ കിട്ടുമോ എന്ന ഒരു ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ കെട്ടിടങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഉടമകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. അങ്ങനെയുള്ള നീക്കമാണ് കാടാമ്പുഴയിലും ഉള്ളതെങ്കിൽ എന്ത് വില കൊടുക്കും അത് ചെറുത്തു തോൽപ്പിക്കും എന്നാണ് ഇന്നിവര് പറഞ്ഞത്. എന്താ ഇതിന്റെ ആവശ്യം പറയുന്നത്? കള്ള് ഒരു അത്യാവശ്യ സാധനമാണെന്ന് പറയുന്നുണ്ടോ ആരെങ്കിലും? ഒരു ആവശ്യ വസ്തുവാണോ കള്ള്? അല്ല എന്ന് തെളിയിക്കപ്പെട്ടല്ലോ. കോവിഡ് കാലത്ത് കേരളത്തിലെ മുഴുവൻ കള്ള് ഷാപ്പും അടച്ചു പൂട്ടിയല്ലോ. ഒരൊറ്റ മദ്യശാലയും തുറന്നിട്ടില്ല. ആ കോവിഡ് കാലത്ത് മരുന്ന് കട തുറന്നു, ഇവിടത്തെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ തുറന്നു, പക്ഷേ കള്ള് ഷാപ്പ് മാത്രം തുറന്നില്ല. ആ കോവിഡ് കാലത്ത് കള്ള് ഷാപ്പ് തുറക്കാത്ത ഘട്ടത്തിൽ നമുക്കൊരു കാര്യം കൂടി ബോധ്യമായി, ഒരിക്കലും കള്ള് ഒരു അത്യാവശ്യ വസ്തുവല്ല, ആവശ്യ വസ്തുവല്ല. അതിനേക്കാളുപരി ആ കാലഘട്ടത്തിലുള്ള നഷ്ടത്തെ കുറിച്ച് പഠിക്കാൻ ആദിക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സർവേ സംഘം പഠിച്ചു എന്താണ് കേരളത്തിൽ ആ മദ്യം നിരോധ ആ സമയത്ത് ഉണ്ടാക്കിയ നേട്ടം. നിങ്ങൾ പഠിക്കേണ്ടത് 3812 കോടി രൂപ പാവപ്പെട്ടവന്റെ പൈസ അവന് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നാണ് സർവേ റിപ്പോർട്ട്. 3800 കോടിയിലധികം രൂപ പാവപ്പെട്ടവന്, കള്ളു കുടിച്ചിരുന്ന പാവപ്പെട്ടവന്റെ കുടുംബത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന് ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നുവെങ്കിൽ ഒന്ന് നിങ്ങൾ അറിയുക, എത്ര വലിയ ഭീകരമായ ഒരു ദുരന്തമാണ്. ആയിരക്കണക്കിന് കോടി രൂപ മനുഷ്യൻ കുടിച്ച് പൈശാചികതയെ വിലക്ക് വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ അത് എത്രമാത്രം അപകടകരമാണ്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു നാട്ടിലെ യൗവനത്തിനെ മുഴുവൻ അങ്ങ് വിട്ടേച്ചു കൊടുക്കുക, ഒരു നാടിനെ തകർക്കുക, ഒരു നാട്ടിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് എന്റെ ഒരൊറ്റ അനുഭവം ഞാൻ പറയാം. ഒരു സ്കൂളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി വീട്ടിൽ നിന്നിറങ്ങി അച്ഛനോട് പെൻസിൽ വേണം, റബ്ബർ വേണം എന്ന് പറഞ്ഞ് സ്ലേറ്റ് വേണമെന്ന് പറഞ്ഞയക്കുന്ന പാവപ്പെട്ട വീട്ടിൽ ഒരു കുട്ടി അച്ഛൻ കൊണ്ടുവരുന്ന സ്ലേറ്റിന് വേണ്ടി, റബ്ബറിന് വേണ്ടി, പെൻസിൽ വേണ്ടി കാത്തിരിക്കുമ്പോ അച്ഛൻ നിലത്തുറക്കാത്ത കാലുമായി വന്ന് അമ്മയെ തല്ലുന്ന ആ ഭീകരത കണ്ടാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷം എത്രയാണ് എന്ന് നിങ്ങൾ അറിയുമോ എന്ന് ഞാൻ ആ സദസ്സിനോട് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പൊട്ടി പൊട്ടി കരയുകയാണ്. ആ കുട്ടിയെ ടീച്ചർ വിളിച്ചു. ആ കുട്ടിയുടെ ജീവിതത്തിലെ അനുഭവമാണത്. നിങ്ങൾ അറിയുക, ആയിരക്കണക്കിന് കുട്ടികൾ അങ്ങനെയുണ്ട്. അത് ജാതിയുടെയോ മതത്തിന്റെയോ മതിൽക്കെട്ടുകളില്ല. എന്ത് സന്തോഷമാണ്, സംതൃപ്തിയാണ് പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റ്. അതാ ഞങ്ങൾക്കറിയാത്തത്. ഈ നാട്ടിലെ മുഴുവൻ രോഗികളാക്കി, മദ്യപാനികളാക്കി ഒരു സമൂഹത്തെ മാറ്റിയിട്ട് ഇവരെന്താണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്? ഒരു നാടിനെ നശിപ്പിക്കുകയാണ്. ഗവൺമെന്റിന് സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കാം, ഗവൺമെന്റിന് സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കാം. പക്ഷെ ആ സാമ്പത്തിക നേട്ടത്തിനേക്കാൾ ഉപരി ഒരു മനുഷ്യന്റെ യൗവനത്തെ മുഴുവൻ തകർക്കുക, മനുഷ്യ വിഭവശേഷിയെ നശിപ്പിക്കുക, ഇതിനെതിരായി വലിയ രോഷം ഉയരണം. ഞാൻ നിങ്ങളോട് തീർത്ത് പറയട്ടെ, നിങ്ങളുടെ ഈ സമരം പാഴാകില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവികമായ ഒരു പിൻബലം കൂടി കിട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്നതാകില്ല ഈ പരിസരം. ഞാൻ തീർത്തു പറയട്ടെ, ഒരു ഔട്ട്ലെറ്റ് വരുന്നതോടുകൂടി ഈ പരിസരം ഇങ്ങനെയാകില്ല. തിരൂരനുഭവിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് വിറ്റഴിക്കപ്പെട്ടത് എവിടെയെന്ന് ഓരോ ഉത്സവങ്ങളിലും കണക്കെടുക്കുമ്പോൾ അത് തിരൂരിലാണ് എന്നറിയുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്നു. ക്യൂ നിൽക്കുന്നു.
ആളുകളുടെ ഏറ്റവും നീണ്ട ക്യൂ അച്ചടക്കത്തോടുകൂടി നിൽക്കുന്നത് അത് വാങ്ങാനാണ്. ഈ വിഷം വാങ്ങിയിട്ട് പങ്കുവെക്കപ്പെടാൻ ഗവൺമെന്റ് അതിനു വേണ്ടി കേരളത്തിൽ കള്ള് ഉൽപ്പാദിപ്പിച്ചാൽ മതിയാകില്ല എന്ന് കരുതിയിട്ട് ഇപ്പോൾ 11 ഡിസ്റ്റിലറികൾ നമുക്കുണ്ട്, 2 ബ്രൂവറി നമുക്കുണ്ട്. ഇനിയും ബ്രൂവറി വേണം. കള്ളുണ്ടാക്കാനുള്ള സംവിധാനം വേണം. പാലക്കാട് എലപ്പുള്ളിയിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയിരിക്കുന്നു ഒയാസിസ് എന്ന് പറയുന്ന ഒരു മദ്യക്കമ്പനി. ഒയാസിസ് എന്ന് പറയുന്ന മദ്യക്കമ്പനി ആ ഭൂമി വാങ്ങുന്നത് ഗവൺമെന്റിന്റെ പുതിയ എക്സൈസ് നയം വരുന്നതിന് മുമ്പാണ്. ആ എക്സൈസ് നയത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അവസരം കൊടുക്കുമെന്ന് ആരാണ് അവരോട് പറഞ്ഞത്? കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അവസരം കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞതാരാണ്? അതുകൊണ്ടല്ലേ ഭൂമി വാങ്ങിയത്? ആ പറഞ്ഞവരെയാണ് നാട് തേടുന്നത്. അത് ഈ നാട്ടിലെ ഗവൺമെന്റ് ആണ്. എന്നിട്ട് തമാശ നോക്കണം നിങ്ങള്. മലമ്പുഴ അണക്കെട്ടിലെ മുഴുവൻ വെള്ളവും കള്ളാക്കി മാറ്റാനാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിക്കുന്നത്. മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം മുഴുവൻ കള്ളാക്കി മാറ്റാൻ, അത് ഈ നാട്ടിൽ വിതരണം ചെയ്യാൻ, അതൊക്കെ വിതരണം ചെയ്യാൻ സ്ഥലം വേണമല്ലോ, അത് കുടിക്കാൻ ഇടം വേണമല്ലോ. ആ ഇടം തേടുന്നത് ഒന്ന് കാണാമ്പുഴയാണ്. അതാണ് നിങ്ങൾ ഇതിന്റെ അപകടം മനസ്സിലാക്കേണ്ടത്. ഒരു ഭാഗത്ത് വലിയ ബ്രൂവറികളിൽ നിന്ന് കോഴ വാങ്ങിയും അവരുമായി ബന്ധപ്പെട്ടും തടിച്ചു കൊഴുക്കുന്നവർ. എന്നിട്ട് ചോദിക്കാണ് മിനിഞ്ഞാന്നോ മറ്റോ, അങ്ങ് കർണാടകയിൽ നിന്നുള്ള കള്ളു കച്ചവടക്കാർ ഇങ്ങോട്ട് വരുന്ന സ്പിരിറ്റ് കൊണ്ടുവരുന്നവർക്ക് അനുകൂലമായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷം എടുക്കുന്നത്. ഈ കർണാടകയിലെ സ്പിരിറ്റ് ലോബി ഇന്നല്ലല്ലോ ഉള്ളത്. ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഴുവൻ മദ്യഷാപ്പുകളും നിരോധിക്കുന്ന ഘട്ടത്തിലും ഈ ലോബി ഉണ്ടല്ലോ. ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ, ഈ ലോബിയുടെ ചട്ടുകമല്ല കേരളത്തിലെ പ്രതിപക്ഷം എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ സത്യത്തിൽ ഒരു നാടിനെ തകർക്കുക, ഓരോ പ്രദേശത്തുമുള്ള ഈ ഒരു വലിയ ദുരവസ്ഥയുടെ ഒരു ഭാഗം ഇവിടെയും സംഭവിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഇവിടുത്തെ ചെറുപ്പക്കാർ, നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാസമ്പന്നരായി വളരണം, സംസ്കാരമുള്ളവരാകണം. ആ സാംസ്കാരികമായ സമ്പന്നതയിൽ നാട്ടിന് ഗുണകരമാകണം. മിനിഞ്ഞാന്ന് നിങ്ങൾ കണ്ടില്ലേ പൊട്ടിക്കരയുന്ന പർദ്ദ ധരിച്ച ഒരു ഉമ്മ? ആ ഉമ്മ പറയുന്ന വാക്കുകൾ, ക്യാമറ ഇപ്പുറത്തേക്ക് പിടിച്ച ആ ഉമ്മ പറയുന്ന വാക്കുകൾ, എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാനാവില്ല. പോലീസിനോട് പറയുന്നു, എന്റെ മകൻ വീട്ടിൽ വന്ന് എന്നെ തല്ലിയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു, എന്നെ മർദ്ദിച്ചെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷെ ഒരു ഉമ്മയോട് ബന്ധപ്പെടുന്നതിന്റെ അപ്പുറത്തേക്ക് ലഹരിയിൽ അവൻ എന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒട്ടിക്കരയുന്ന ആ ഉമ്മമാരുടെ 1000 പ്രതിരൂപങ്ങൾ ഈ നാട്ടിലുണ്ട്. പൈശാചികമായി നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടാൽ സമൂഹത്തിലുണ്ടാകുന്ന നാശമതാണ്. ആ നാശത്തിന് കൂട്ടുനിൽക്കരുത്. അതുകൊണ്ട് സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന, നന്മയോടെ നിൽക്കുന്ന ഈ കാടാമ്പുഴയിലെ ജനങ്ങൾ എടുക്കേണ്ട പ്രതിജ്ഞ എന്ത് വില കൊടുത്തും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് മാത്രമല്ല, ഈ കെട്ടിട ഉടമ, ഈ കാടാമ്പുഴ സ്വദേശിയാണെങ്കിൽ ഞാൻ പറയുന്നു, ഈ തിന്മയുടെ വഴിയിൽ നിന്ന് അങ്ങ് പിന്മാറണം എന്ന് കൂടി അങ്ങയോട് പറയുക. ഈ തിന്മയുടെ വഴിയിൽ നിന്ന് അങ്ങ് പിന്മാറണം. ഈ നാടിനൊരു തിന്മയുടെ വഴി തുറക്കരുത്. അല്ലാതെ 100 നന്മയുടെ വഴിയിലൂടെ ഒരുപാട് സമ്പാദിക്കാൻ കഴിയും. അതിന് ജാതിയുടെയോ മതത്തിന്റെയോ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നടത്തിയ ഈ സമരം ഇന്ന് ഒരു ധാർമ്മികതയുടെ മുന്നേറ്റമാണ്. ഈ രാജ്യത്ത് നേരും സത്യവും നിലനിൽക്കുമെന്ന് ആഗ്രഹിക്കുന്നവരുടേതാണ്. ഈ നാട്
സമാധാനകാംക്ഷികളായ ഒരു പുതിയ തലമുറ ജനിക്കണം, വളരണം എന്ന് ആഗ്രഹിക്കുന്നവരുടേതാണ്. അങ്ങനെയുള്ള ഈ സതുദ്ദേശത്തോടുകൂടിയുള്ള ഈ സമരം ഇന്ന് സൂചനയാണെങ്കിൽ നാളാളിപ്പടരുന്ന ഈ സമരത്തെ ജാതിമത രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഈ കാടാമുഴ നെഞ്ചേറ്റും എന്ന ബോധ്യം നമുക്കുണ്ട്. ഇത് ഔപചാരികമായി ഉദ്ഘാടനത്തിലായി ലഭിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. സംസാരിക്കാനായി സാമൂഹിക പ്രവർത്തകരും ഈ മേഖലയിൽ വളരെ അധികം പ്രവർത്തിക്കുന്നയാളുമായ പ്രിയപ്പെട്ട വെട്ടിച്ചിറ മൊയ്തു സാഹിബിലേക്ക് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമര പോരാട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ എംഎൽഎയുമായ അബ്ദുറഹിമാൻ ദണ്ഡത്താനി, വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളായ പ്രിയപ്പെട്ട അഹമ്മദ് മാസ്റ്റർ, മൊയ്തീൻകുട്ടി മാസ്റ്റർ, OK സുബൈർ, അതുപോലെ തന്നെ കുഞ്ഞിക്കോമി മാസ്റ്റർ, മറ്റു വേദിയിലെ പ്രഗത്ഭരായ നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, വളരെ സുപ്രധാനമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് കാടാപ്പുഴയിൽ ഈ സമരം നടത്തുന്നത്. എന്റെ സുഹൃത്ത് ജുനൈദ് പാമ്പലത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമരം ഒരു വലിയ സൂചനയാണ് നൽകുന്നത്. ഇത് ഒരു രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കക്ഷിഭേദത്തിന്റെയോ പേരിൽ നിൽക്കേണ്ട ഒരു സമരമല്ല. മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരം ഉന്നയിക്കുമ്പോൾ ഇത് ഈ നാടിന്റെ പ്രശ്നമാണ് എന്നും ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ് എന്നും ഈ നാട്ടിന്റെ നന്മയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യ സ്നേഹികളുടെയും ഉത്തരവാദിത്തമാണ് എന്നുമാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ രണ്ടത്താണി സൂചിപ്പിക്കുകയുണ്ടായി. ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു, ഒരു ഗവൺമെന്റ് നമുക്കുണ്ടായിരുന്നു. ആ ഗവൺമെന്റ് വലിയ ഒരു തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനം നമുക്കറിയാമല്ലോ. ആരെയാണ് പിണക്കിയത്? ഈ സംസ്ഥാനത്ത് വിലക്ക് വാങ്ങാൻ കെൽപ്പുള്ള മധ്യരാജാക്കന്മാരെ പിണക്കിക്കൊണ്ടാണ് അന്ന് ആ തീരുമാനം എടുത്തത്. ഒരു ലോബിയുടെ മുമ്പിലും അന്ന് മുട്ടുമടക്കിയിട്ടില്ല. 2010 ജനുവരി 1-ാം തീയതി ഒരു ന്യൂ ഇയർ ദിനത്തിൽ ഈ വിനീതിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്തെ കലക്ട്രേറ്റിന് മുന്നിൽ ഒരു സമരം നടത്തി. ഞങ്ങൾ ആ ഉപവാസത്തിൽ ഞങ്ങൾ സമരം നടത്തുമ്പോ ആ സമരം ഉദ്ഘാടനം ചെയ്യാനെന്ന് വന്നത് ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. ആ സമരത്തിൽ ഒരു ന്യൂ ഇയർ ദിനത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു, UDFന്റെ ഒരു ഗവൺമെന്റ് വരികയാണെങ്കിൽ ആ ഗവൺമെന്റ് മദ്യം നിരോധിക്കാനുള്ള, മദ്യം തുടങ്ങാനുള്ള അവകാശം പഞ്ചായത്തുകൾക്ക് നൽകും, നഗരപാലികളിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഈ നിയമവും ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. അദ്ദേഹം പറഞ്ഞത് ഭരണഘടന അനുശാസിക്കുന്ന 47-ാം ആർട്ടിക്കിൾ അത് മുഖവിലക്കെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം UDF ആരംഭിക്കുമെന്ന് ആ സമരത്തിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അങ്ങനെ 2011 UDFന്റെ ഒരു ഗവൺമെന്റ് വന്നപ്പോ ഒരു മദ്യ മുതലാളിമാരുടെയും സൽക്കാരത്തിന് ആ ഗവൺമെന്റ് നിലനിർത്തില്ല എന്ന് മാത്രമല്ല, വലിയ വില കൊടുക്കേണ്ടി വന്ന ആ തീരുമാനം ഈ സംസ്ഥാനത്തെ യാഥാർത്ഥ്യമായി. അന്ന് നമ്മൾ കണ്ടതെന്താണ്? നേരത്തെ ഒരു സർവേ റിപ്പോർട്ട് രണ്ടെത്താൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ തീരുമാനം വന്നതിന് ശേഷം വാഹനാപകടങ്ങൾ ഗണ്യമായി കുറഞ്ഞു, രാത്രിയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറഞ്ഞു, അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ടൗണുകളിൽ നിന്ന് പിടിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. അതൊരു സർവേ റിപ്പോർട്ടായിരുന്നു. ഇന്നും ആ നിയമങ്ങളൊക്കെ ഒരു കോമഡിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്താ കോമഡി? 1-ാം തീയതി മദ്യം നിരോധിക്കുന്നു, 1-ാം തീയതി ബാറുകൾക്ക്, ബീവറേജുകൾക്ക് അവധിയാണ്. എന്താ കാരണം? 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ദിവസമാണ്. അങ്ങനെ ശമ്പളം കിട്ടിയാൽ അവൻ ബാറിൽ കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല, കുടിച്ച് നാശാക്കാൻ പാടില്ല. എന്നാൽ അന്നം തിന്നുന്നവന് മനസ്സിലാവില്ലേ അതിനുള്ള പൈസ 31-ാം തീയതി എടുത്തു വെക്കുമെന്ന്?
3-ാം തീയതി ശമ്പളം കിട്ടുന്നവരില്ലേ, 5-ാം തീയതി ശമ്പളം കിട്ടുന്നവരില്ലേ, അവരെന്ത് ചെയ്യും? അപ്പോൾ ഗവൺമെന്റിന് ഒരു കാര്യം അറിയാം, എന്താണ്? ഈ കിട്ടുന്ന പണം അവൻ നശിപ്പിക്കപ്പെടുന്നത് ബാറുകളിലൂടെയും മദ്യശാലകളിലൂടെയുമാണ്. മറ്റൊരു കോമഡി എന്താണ്? നമുക്കൊരു തെരഞ്ഞെടുപ്പ് വരുന്നു ഇരിക്കട്ടെ, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ. ഇലക്ഷന്റെ 3 ദിവസം മുമ്പ് മദ്യഷാപ്പുകൾക്ക് അവധിയായിരിക്കും, എല്ലാ ബീവറേജുകൾക്കും അവധിയായിരിക്കും. അത് പറയുമ്പോൾ തന്നെ അറിയാം, വാങ്ങി വെക്കേണ്ടവന് 2-3 ദിവസം മുമ്പ് വാങ്ങി വെക്കാം. അതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. പക്ഷേ സർക്കാരിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഇലക്ഷൻ നടക്കുന്ന ദിവസങ്ങളും അതിന്റെ തലേ ദിവസവും അവിടെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. അതാണ് ആത്മാർത്ഥമായ വാദം. അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മദ്യം നിരോധിക്കണം. അപ്പൊ ഈ 3 ദിവസം മദ്യനിരോധനമാണ്, 3 ദിവസം അവധി. പിന്നെയോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ അന്നും മദ്യശാലകൾക്ക് അവധിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദം നോക്കുമ്പോ ആരെങ്കിലും കുടിച്ചാൽ പ്രശ്നമുണ്ടാക്കും, ആരുടെയെങ്കിലും ഒക്കെ നെഞ്ചത്ത് കയറുമെന്നാണ് അതിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, അപ്പൊ ബാക്കി ദിവസങ്ങളിലെല്ലാം സംഭവിക്കുന്നത് എന്താണ്? ഈ നെഞ്ചത്ത് കയറ്റവും ഈ ചെലവും ഈ നശിപ്പിക്കലുമല്ലേ? ഇത് മനസ്സിലാക്കാൻ അന്നം തിന്നുന്നവന് മനസ്സിലാകുമെങ്കിൽ അതാണ് ദീർഘവീക്ഷണമുള്ള ഒരു ഗവൺമെന്റ്. അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അതിന് ഫലമുണ്ടായി. എന്നാലോ ഇന്ന് അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇപ്പോ മുഖ്യമന്ത്രി പറയുന്നത് വേണമെങ്കിൽ ഇനി മദ്യം ഓൺലൈൻ വഴിയാക്കാനും പരിപാടിയുണ്ട് എന്നാണ്. ഓൺലൈൻ വഴിയാക്കേണ്ട, പൈപ്പ് ലൈൻ വഴിയാക്കുന്നത്. കാരണം ഇപ്പൊ പൈപ്പ് ലൈനിൽ വെള്ളം കൊടുക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമല്ല. വെള്ളം തുറന്നാൽ, പൈപ്പ് തുറന്നാലൊക്കെ ഇപ്പോ എയറാണ് വരുന്നത്, കാറ്റാണ് വരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ഗവൺമെന്റ് ഒരുക്കമല്ല. പക്ഷേ മദ്യമുതലാളിമാരുടെ വിഷയം വരുമ്പോ, ബാറിന്റെ വിഷയം വരുമ്പോ പ്രഥമ പരിഗണന നൽകി അതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു, ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ആകെ നടക്കുന്ന ഒരു പരിപാടി ഈ മദ്യമുതലാളിമാരുടെ സംരക്ഷണം, ബാറിൽ സമയത്തിന് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണം, ഇത് മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വന്നത് ഈ സമരത്തിന് പിന്തുണ നൽകാനും ഈ സമര പോരാട്ടം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കാനുമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട്, സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. നേരത്തെ പ്രഭാഷകരെല്ലാം പറഞ്ഞതുപോലെ ഈ സമരം നമ്മൾ മുദ്രാവാക്യത്തിൽ വിളിച്ചതുപോലെ ഒരു സൂചനാ സമരമാണ്. ഈ ബീവറേജ് ഔട്ട്ലെറ്റ് പരിശുദ്ധമാക്കപ്പെട്ട ഒരു ക്ഷേത്ര പരിസരത്തുള്ള ഒരു മണ്ണിൽ ഇങ്ങനെ തുടങ്ങുന്നത് മുസ്ലിം യൂത്ത് ലീഗ് എന്ന ഒരു ധാർമ്മിക സംഘടന സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതുകൊണ്ട് ഇത് തുടരാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളും സമരം തുടരാനാണ് തീരുമാനമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ പരിപാടിയുടെ അവസാനിക്കുന്നത്. നേരത്തെ രംഗത്താണി സാഹിബ് പറഞ്ഞതുപോലെ ഈ ബിൽഡിംഗ് ഓണറോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു നോ അത് ഈ കാടാമ്പുഴയുടെ ഈ പരിസരത്തിലെ ഒരു ചരിത്രമാകും എന്നതാണ് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. പക്ഷെ നിങ്ങൾ ഇതിന് ഒരു യെസ് മൂടിയാൽ ഭാവി തലമുറ ഈ അധാർമികമായ പ്രവർത്തി ഇതുമൂലം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ കൂടി ഉത്തരവാദിയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി സാഹിബ്, വെട്ടിച്ചിറ മൊയ്തു സാഹിബ്, പ്രിയപ്പെട്ട എ.പി. മജീദ് മാഷ്, ഒ.കെ. സുബൈർ സാഹിബ്, അഹമ്മദ് മാഷ്, അബൂബക്കർ സാഹിബ്, അതുപോലെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ, പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, എല്ലാവർക്കും അതിലുപരി ഈ പരിപാടി സസൂക്ഷ്മം വീക്ഷിച്ച ശ്രമിച്ച നാട്ടുകാർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.